ഹലോ, നമസ്കാരം. ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ UPVC വിൻഡോ, അതായത് യു പി വി സി എന്ന് കോൺട്രാക്ടേഴ്സും സോഷ്യൽ മീഡിയയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് UPVC? അതായത് അൺപ്ലാസ്റ്റിസൈഡ് പോളിവിനൈൽ ക്ലോറൈഡ്. ഈ വിൻഡോസ് എത്ര കാലം ഈട് നിൽക്കും? ഇത് ഏതൊക്കെ കളറിൽ ലഭിക്കും? ഇതിന് വാറണ്ടി കിട്ടുമോ? ഇതിലിടുന്ന ഗ്ലാസ് ഏതാണ്? ആ ഗ്ലാസ് പൊട്ടാൻ സാധ്യത കിട്ടുമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടായിരിക്കും. ഇതെല്ലാം തീർക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയലുകൾ, വീട് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന് വരാവുന്ന പ്രോബ്ലംസ്, അതെങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം UPVC വിൻഡോ. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പേരാണ് UPVC വിൻഡോ, UPVC ഡോറുകൾ. അതെന്താ കാരണം എന്ന് വെച്ചാൽ അത് ഈട് നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആവുന്ന ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ്. കോസ്റ്റ് കുറച്ച് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും നമുക്കതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഈട് നിൽക്കുന്നതൊക്കെ കൂടുതലായ കാരണമാണ്. അത് ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ നിന്ന് പലരും അത് വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ കാരണം, അത് ഈട് നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അടങ്ങിയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. 80% അതിലൊരു PVC റെസിനാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കെമിക്കൽസ് കൂടി ചേർന്നാണ് ഈ UPVC മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ അത് കേടാവാനുള്ളൊരു സാധ്യത, കാരണം നമ്മൾ നാച്ചുറലായി മുറിച്ചെടുക്കുന്ന മറ്റുള്ള ജനൽ വാതിൽ നിർമ്മിക്കുന്ന മറ്റുള്ള സാധനങ്ങളെ പോലെ തന്നെ അതിന് കേട് വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേം അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെടുത്ത് തന്നെ അത് പർച്ചേസ് ചെയ്യാം. പലതരത്തിലുള്ള കളറിൽ അവൈലബിൾ ആണ്. എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം. വെന്റിലേഷനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ടോയ്ലറ്റിലൊക്കെ വെക്കുന്ന വെന്റിലേറ്ററിൽ എക്സോസ്റ്റ് ഫാൻ വെക്കാനുള്ള ഒരു കട്ടൗട്ടൊക്കെ കൊടുത്ത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കസ്റ്റം സൈസിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. നമ്മുടെ വീട്, നമ്മുടെ ആവശ്യം ഏതാണോ, നമ്മുടെ വീടിന്റെ ഫ്രണ്ട് എലിവേഷന് വല്ലാതെ ലുക്കിനെ ബാധിക്കാത്ത രീതിയിൽ ഏത് കളറിൽ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ വുഡൻ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ വുഡൻ കളറിൽ പലതരത്തിലുള്ള ഒരു 10ഓളം കളറിലൊക്കെ പല ഫേംസും അത് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കസ്റ്റം സൈസിൽ, കസ്റ്റമായിട്ട് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ ചെയ്യാം. അത് വല്ലാതെ മറ്റേതെങ്കിലും മെറ്റീരിയൽ വെച്ച് നമ്മൾ ജനലോ വാതിലൊക്കെ നിർമ്മിക്കാതുണ്ടെങ്കിൽ അതൊരു അഭംഗിയായി പോകാൻ പല സമയത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ നിന്ന് കുറയ്ക്കുമ്പോൾ. പക്ഷേ UPVC വിൽക്കുമ്പോൾ അതിന്റെ കറക്റ്റ് നമ്മൾക്ക് ഏത് ഹൈറ്റ് ആണോ ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് ഏത് വിഡ്ത്താണോ ആവശ്യം, ഒരു 3-3.5 മീറ്റർ വരെ ഹൈറ്റിൽ സ്ലൈഡിംഗ് ഡോറൊക്കെ ഫിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റം സൈസിൽ വെക്കാം എന്നുള്ളതാണ് UPVCയുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമുക്ക് കാണേണ്ടത്. UPVC ഇന്ന് പല ഫാക്ടറികൾക്കും സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യൻ മെറ്റീരിയലുകൾ തന്നെയാണ്. ഇന്ത്യയുടെ പ്രൊഡക്ട്സ് തന്നെയാണ് പല ഫാക്ടറികളും നമുക്ക് വരുന്ന ചാനലുകളാക്കി ഫ്രെയിം ചെയ്ത് നമ്മുടെ വീട്ടിലെത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ, ചൈന അങ്ങനെയുള്ള പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നനയാനുള്ളൊരു സാധ്യത ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ അതിന്റെ ട്രാക്കിലൂടെ നമ്മൾ UPVC ശ്രദ്ധിച്ചാൽ കാണാം, അതിന് 1-2 ട്രാക്ക് ഉണ്ടാവും, 3 വരെയൊക്കെ ട്രാക്കുകൾ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ എല്ലാം വെള്ളം വന്നു കഴിഞ്ഞാൽ അതെല്ലാം പുറത്തേക്ക് ഒഴുകി പോകാൻ ഇവിടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ 1-2 ഹോളുകൾ പല ഭാഗത്തായിട്ട് ഇട്ടുണ്ടായിരിക്കും. അതിലൂടെ എല്ലാം വെള്ളം പുറത്തേക്ക് ഒഴുകി പോകുന്നത് കാരണം വെള്ളം മൂലമുള്ള പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ UPVC ആണ് വെക്കുന്നത്, ഫിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ സൺഷെയ്ഡുകൾ കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം എല്ലാ മെറ്റീരിയലിനും അത് കാലാനുസൃതമായിട്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് വെള്ളത്തിൽ കിടന്നാൽ ഏതൊരു മെറ്റീരിയൽ കാണുന്നുണ്ടും അതിൻ്റെതായ ബുദ്ധിമുട്ട് സംഭവിക്കും. ഇരുമ്പാണ് എന്നുണ്ടെങ്കിൽ മണ്ണിലും മഴയിലും കിടന്നു കഴിഞ്ഞാൽ തുരുമ്പെടുക്കും. അതേപോലെ തന്നെ UPVCക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു 20 വർഷം വരെയൊക്കെ അതിന് കമ്പനികൾ വാറണ്ടി നൽകുന്നുണ്ട്. കാരണം 20 വർഷം കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു കാലപ്പഴക്കം സംഭവിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കേടുപാടുകൾ വരാം എന്നൊരു സാധ്യത ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ഏത് കാലവും അത് എങ്ങനെ നിലനിൽക്കും എന്നുള്ളതുകൊണ്ടല്ല. അതാണ് 20 വർഷം വരെയൊക്കെ അതിനൊരു വാറണ്ടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം സൺഷെയ്ഡുകളൊക്കെ ആ ഭാഗത്ത് വെക്കുക. UPVC എന്നതുകൊണ്ടാണ് സൺഷെയ്ഡുകളൊന്നും വെക്കാതിരിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സ്ലൈഡിംഗ് ഡോറുകളാണെന്നെങ്കിലും ഓപ്പൺ ചെയ്യുന്ന വിൻഡോകളാണെങ്കിലും ഡോറുകളാണെങ്കിലും ഈസി ആയിട്ട് തുറക്കാം. പെട്ടെന്ന് എന്ത് കാര്യം നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് വരെ നീക്കും അടക്കുകയും എല്ലാം ചെയ്യാം. അപ്പോൾ അതിന്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ മെറ്റീരിയൽ കുറച്ച് കനം കുറവാണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഗുണം. നമുക്ക് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊട്ടാനോ ക്രാക്ക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സ്ലൈഡിംഗ് വിൻഡോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് കൈയിട്ട് തുടയ്ക്കാനോ ഒന്ന് പുറത്തേക്ക് ഓപ്പൺ ചെയ്യാനോ, വേറെ നമുക്ക് അതിന്റെ ഗ്രൂപ്പിലൂടെയൊക്കെ ഒന്ന് തുണിയോ മറ്റോ വെച്ച് ഒന്ന് തുടച്ച് പൊടികളെല്ലാം എടുക്കാനോ വളരെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഒരു കോസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന UPVC വിൻഡോന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിലും മാക്സിമം UPVC വിൻഡോ നമുക്ക് ഡിസ്റ്റൻസ് നമ്മുടെ ചുമരിൽ നിന്ന് പുറത്തേക്ക് ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം വിൻഡോസ് നമുക്ക് വീട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഇങ്ങനെയുള്ള ആക്സസ് ചെയ്യാം. കാരണം അടയ്ക്കാം, നമ്മൾ കൈയിട്ട് തുടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പ്ലെയിൻ ഗ്ലാസ് ഒക്കെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കൂടെ നമ്മൾ ആയിട്ട് റോഡ് ഇട്ട് കൊടുത്ത് സേഫ്റ്റി ഉറപ്പാക്കണം. അപ്പോൾ സ്ലൈഡിംഗ് വിൻഡോ ആണെങ്കിൽ പുറത്തുനിന്ന് തുറക്കാനും പറ്റില്ല. അപ്പോൾ ഈ വിൻഡോയുടെ കമ്പിയുടെ ഇടയിൽ കൂടെ കൈയിട്ട് തുറക്കേണ്ടതൊക്കെ ഒരു സാധ്യത വരും. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ വിൻഡോ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നത്. സ്ലൈഡിംഗ് ഒക്കെ വരുമ്പോൾ പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഇതിലിപ്പോൾ എത്ര ട്രാക്ക് വരും, നമുക്ക് എത്ര ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 മുതൽ 3 വരെയൊക്കെ ട്രാക്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ 2.5 ചെയ്യുന്നവരുണ്ട്. 2.5 എന്ന് പറയുമ്പോൾ 2 എണ്ണം നമുക്ക് ഗ്ലാസ്സിന് വേണ്ടിയിട്ടും 0.5 എന്നുള്ളത് ഈ കൊതുകെല്ലാം കിടക്കാതിരിക്കാനുള്ള മെഷീൻ നെറ്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ 0.5 എന്നുള്ള ട്രാക്കുകൾ വരുന്നത്. 3 വരെ ട്രാക്കുകൾ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന സംശയം വരുന്നത് ഗ്ലാസ് ഇടുന്നതിലാണ്. നമുക്ക് തരുന്ന ആൾക്കാർ ഇതിൽ നല്ല ഗ്ലാസ് ഇടുന്നുണ്ടോ? അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. നമ്മൾ അതിനനുസരിച്ചുള്ള പൈസ അതിന് കൊടുക്കുന്ന ഫണ്ട് കൂടുതലായിരിക്കും. കാരണം പ്ലെയിൻ ഗ്ലാസ് ഇടുന്നുണ്ട് അറിയാലോ, പൈസ വളരെ കുറവായിരിക്കും. നമുക്ക് അവർ ചെയ്തു തരുന്ന കോസ്റ്റൽ ബില്ലിൽ തന്നെ നല്ലൊരു വ്യത്യാസം ഗ്ലാസ്സിൽ വരുമ്പോൾ ടോട്ടൽ ഒരു വീട് 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ കോസ്റ്റിൽ തന്നെ ഗ്ലാസ് മാറ്റുന്നതിലൂടെ മാത്രം നല്ലൊരു കോസ്റ്റ് നമുക്ക് UPVCയിൽ വ്യത്യാസം വരും. കാരണം പ്ലെയിൻ ഗ്ലാസ് എന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. പിന്നെ നമ്മൾ സാൻഡ്വിച്ച് ലാമിനേറ്റ് ചെയ്ത് ഗ്ലാസ് അങ്ങനെ പോകാന്നുണ്ടെങ്കിൽ അതിലും കുറവായിരിക്കും. ടഫണിലേക്ക് പോകുമ്പോൾ കുറച്ച് കൂടും. പിന്നെ സാധാരണ DGO ഗ്ലാസ് വരെ വെക്കാം, അതായത് സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഗ്ലാസുകൾ വരെ ഇപ്പോൾ UPVCയിൽ നമുക്ക് വെക്കാൻ പറ്റും. 12mm ഗ്ലാസ് വരെ തിക്നെസ്സിൽ വരെ 12mm ഗ്ലാസ് വരെയൊക്കെ നമുക്ക് ഇതിൽ എന്തായാലും വെക്കാം. അപ്പോൾ ഗ്ലാസ് നമുക്ക് ഏത് വേണം എന്നുള്ളത് നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് വ്യത്യാസം വരും. അതേപോലെ തന്നെയാണ് കളറിന്റെ വ്യത്യാസം. കളറിൽ നമുക്ക് വൈറ്റ് കളറാണ് വീട്ടിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ കുറച്ച് കൂടുതലാണ്. വൈറ്റ് നമ്മൾ കളറിൽ കൂടുതൽ വൈറ്റിനെ അപേക്ഷിച്ച് മറ്റുള്ള കളറിലേക്ക് പോകുമ്പോൾ കുറച്ച് വ്യത്യാസം നമുക്ക് പൈസയിൽ വരും. ഗ്ലാസ് അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പുറത്ത് വരാന്തകളൊന്നും ഇല്ല, അല്ലെങ്കിൽ സൺഷെയ്ഡുകളൊന്നും ഇല്ല, നമുക്ക് സേഫ്റ്റി കുറവാ എന്നുണ്ടെങ്കിൽ ടഫൺ ഗ്ലാസ് തന്നെ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ ഗ്ലാസിനെ അപേക്ഷിച്ച് ടഫൺ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടില്ല. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഉള്ളിലേക്ക് കള്ളന്മാർ അങ്ങനെയുള്ള കയറി വരാനുള്ള സാധ്യതകൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. ടഫൺ ഗ്ലാസ് ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിയാൽ അങ്ങനെ ഒരു സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പിന്നെ DGO ഗ്ലാസ് അങ്ങനെ ഇളക്കി പോകണം. പ്ലെയിൻ ഗ്ലാസ് ആണ് നമ്മൾ വെക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ മെറ്റൽ GIയുടെ റോഡ് അടിച്ച് സേഫ്റ്റി ഉറപ്പാക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്ലെയിൻ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോയാൽ അങ്ങനെ വീണ് മുറിഞ്ഞ് കഷ്ണങ്ങളായി വീഴാനുള്ളൊരു സാധ്യത. ടഫൺ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഗ്ലാസ് പൊട്ടിയുള്ള അപകടങ്ങൾ മാക്സിമം കുറവായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ദോഷവശങ്ങൾക്ക് പെടുന്ന ഒരു കാരണം എന്താന്ന് വെച്ചാൽ പല ആൾക്കാരും ഇതിൻ്റെ ഉള്ളിൽ ഈ UPVC മെറ്റീരിയൽ അങ്ങനെ കൊടുക്കുന്നത്, അതായത് ആ ചാനൽ എങ്ങനെ വരുന്നു ആ ചാനൽ കറക്റ്റായിട്ട് 45 ഡിഗ്രിയിലൊക്കെ കട്ട് ചെയ്ത് ഫ്രെയിം ആക്കിയിട്ട് നമ്മുടെ വീടുകൾ കൊടുന്ന് ഫിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സാധനം ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നീക്കാനും അടയ്ക്കാനൊക്കെ നല്ലൊരു പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം. നമ്മൾ അത് കണക്കിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു GI പൈപ്പ് ഇടണം. നമ്മൾ ആ UPVC ചാനലിൻ്റെ ഉള്ളിൽ റീഫോഴ്സ്മെൻ്റ് ആയിട്ട് ഒരു GI പൈപ്പ് ഇടണം. നല്ല ക്വാളിറ്റിയുള്ള GI പൈപ്പ് ഇടണം. കാരണം അത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് GI പൈപ്പിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് അതൊരു റീഫോഴ്സ്മെൻ്റ് ആയിട്ട് അതിൽ UPVC അതിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വളയാനുള്ള സാധ്യത, ഹൈറ്റ് കൂടുന്തോറും വളയാനുള്ളൊരു സാധ്യത കൂടുതലാണ് ഈ UPVCക്ക്. കാരണം മറ്റുള്ള മെറ്റീരിയൽസിനെ അപേക്ഷിച്ചിട്ട് വിൻഡോ നമ്മൾ ചെയ്യുമ്പോൾ മരം, ഇരുമ്പ്, അലുമിനിയം അതിനൊക്കെ അപേക്ഷിച്ചിട്ട് UPVC എപ്പോഴും ഒരു ഫ്ലെക്സിബിൾ ആണ്, കനം കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് നീക്കാനോ അടയ്ക്കാനൊക്കെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒരു പ്ലേ എന്തായാലും വരും. നമ്മൾ UPVC ഒരു സ്വഭാവം തന്നെയാണ്, നമ്മൾ പിടിച്ചൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ചെറിയൊരു പ്ലേ, എത്ര ആൾക്കാർ അത് ഇളക്കം തട്ടില്ല, പ്ലേ വരില്ല എന്ന് പറഞ്ഞാലും കാരണം ആ മെറ്റീരിയലിന്റെ സ്വഭാവമാണ്, അതൊരു ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്ലേ അതിന് വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവരോട് പറയുക, നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ GI പൈപ്പ് എന്തായാലും വെച്ചിരിക്കണം. നമുക്കതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് അവർ സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ UPVCയിൽ എന്തായാലും GI പൈപ്പ് ഉപയോഗിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അതിനൊരു വളവും പെട്ടെന്നുള്ള ക്രാക്കും പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇപ്പോൾ അവർ GI പൈപ്പ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കൊട്ടേഷനിൽ തന്നെ വലിയൊരു മാറ്റം വരും. കാരണം ടോട്ടൽ ഇത്രയും ഒരുപാട് വിൻഡോസിലും ഡോർസിലൊക്കെ GI പൈപ്പ് ഉപയോഗിക്കാതെയാണ് UPVC ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കോസ്റ്റ് വ്യത്യാസമാണ്, അവർക്ക് ആ GI പർച്ചേസ് ചെയ്യേണ്ട. അതേപോലെ തന്നെ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ UPVC സെലക്ട് ചെയ്യുക. UPVC നല്ലൊരു മെത്തേഡാണ്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് നല്ലൊരു മെത്തേഡാണ് എന്നൊരു കാര്യം നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല.
അതിൻ്റെതായ ഗുണവും ദോഷവും ഇതിനുണ്ട്. കാരണം നമുക്ക് ഈട് നിൽക്കും, മറ്റെല്ലാം അപേക്ഷിച്ച് ഈട് നിൽക്കും. പക്ഷേ അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, ഇളക്കം, പിന്നെ സേഫ്റ്റി, നമ്മൾ ഉള്ളിൽ GIയുടെ റോഡുകളോ ഇരുമ്പ് റോഡുകളോ സേഫ്റ്റി ഒന്നും സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സേഫ്റ്റി ബുദ്ധിമുട്ടുകളുണ്ട്. പ്ലെയിൻ ഗ്ലാസ് ആകുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്തോ അതനുസരിച്ചിട്ട് നമ്മളിത് വിൻഡോസ് സെലക്ട് ചെയ്യും. ഇതിൽ എല്ലാവർക്കും സംശയം ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും ഇതിന് ഏകദേശം എത്ര റേറ്റ് വരും എന്നുള്ളത്. നമുക്ക് റേറ്റ് വരുന്നത് കളറിനെ അപേക്ഷിച്ചിട്ടാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഗ്ലാസിന്റെ സ്വഭാവം, ഗ്ലാസ് ഏത് ടൈപ്പ് ആകുന്നതനുസരിച്ച് നല്ല വ്യത്യാസം വരും. പ്ലെയിൻ ഗ്ലാസ് ആവില്ല, ടഫൺ ആവില്ല, സാൻഡ്വിച്ച് ഗ്ലാസ് വരിക, DGO ആകുമ്പോൾ അതിനനുസരിച്ച് മാറും. എന്നാലും നമുക്കൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ഒരു കസ്റ്റമർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഒരു സ്ലൈഡിംഗ് വിൻഡോ എന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 450 രൂപ മുതൽ 550 രൂപ വരെ റേറ്റ് വരും. പക്ഷേ സ്ലൈഡിംഗ് ഡോർ ആകുമ്പോൾ ഒരു 600 രൂപ മുതൽ 700 രൂപ വരെയാണ് സ്ലൈഡിംഗ് ഡോറിന് വരിക. എന്നാൽ നമുക്ക് ഓപ്പൺ വിൻഡോ ആകുമ്പോൾ എപ്പോഴും റേറ്റ് കൂടും. കാരണം അതിന്റെ ഹാർഡ്വെയർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റി ഉള്ള ഹാർഡ്വെയറുകൾ വെക്കാൻ പറയുക. നമുക്ക് 1 വർഷം 2 വർഷം കഴിഞ്ഞ് അവർ വിളിച്ച് വീണ്ടും മാറ്റിക്കാൻ അങ്ങനെയുള്ള സർവീസ് ചാർജുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൂടല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഹാർഡ്വെയറുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് അവരോട് പ്രത്യേകം പറയുക. അപ്പോൾ നമുക്ക് ഓപ്പൺ വിൻഡോയ്ക്ക് സ്ക്വയർ ഫീറ്റിന് വരുന്ന റേറ്റ് 650 രൂപ മുതൽ 750 രൂപ വരെയാണ്. പറഞ്ഞ കാര്യങ്ങൾ UPVC കുറിച്ച് കൂടുതൽ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ UPVC കുറിച്ച് ഒരു ടെൻഷൻ വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതാണ് ആവശ്യം, നമുക്ക് വിൻഡോ UPVC എന്ന് വേണം, നമുക്ക് അതിന്റെ ലുക്കും കസ്റ്റം ചെയ്ത് നമുക്ക് ഏറ്റവും അനുയോജ്യമായി അത് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ ചെറിയ ബുദ്ധിമുട്ടാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്ലേ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഈട് നിൽക്കുന്നതാണ്, കൂടുതൽ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഈട് നിൽക്കാനുള്ള ഒരു സാധ്യത മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. പിന്നെ നമുക്ക് വരുന്ന റേറ്റുകളാണ്. റേറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് നമുക്ക് ഏത് ഗ്ലാസ് വേണം എന്നുള്ളത് നമ്മുടെ അവിടുത്തെ വീടിന്റെ ഒരു സാഹചര്യം, ചൂട് കൂടുതൽ ഉള്ളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുള്ള നമ്മുടെ അന്തരീക്ഷമാണോ, അല്ലെങ്കിൽ സൗണ്ട് ഒരുപാട് ഉള്ളിലേക്ക് വരേണ്ടാത്ത അവസ്ഥയാണോ, അങ്ങനെയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്ലാസുകൾ സെലക്ട് ചെയ്യാം. എപ്പോഴും കളറിനും ഗ്ലാസിനെ അപേക്ഷിച്ചിട്ടായിരിക്കും ഇതിന്റെ ഒരു റേറ്റ് വല്ലാതെ വ്യത്യാസം വരിക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞല്ലോ, ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു GI ട്യൂബ് ഇട്ട് ഒരു റീൻഫോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്യാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ നമ്മുടെ വീട് നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതിന്റെ പുതുതായി വരുന്ന മെറ്റീരിയൽസിന്റെ അപ്ഡേഷനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.